നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. KKR ഇന്നലെ SRHനെ തകർത്തങ്ങ് തരിപ്പണമാക്കിയപ്പോൾ വലിയ മാറ്റമാണ് പോയിന്റ് പട്ടികയിൽ സംഭവിച്ചിരിക്കുന്നത്. അത്യപൂർവമായിട്ടുള്ള മാറ്റത്തിനാണിപ്പോൾ IPLൻ്റെ പോയിന്റ് പട്ടിക സാക്ഷ്യം വഹിക്കുന്നത്. മിക്ക ടീമുകളും 3 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. KKRും അതുപോലെ SRHും 4 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. പക്ഷേ PBKSും DCയും ഇപ്പോഴും 2 കളികളെ കളിച്ചിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ KKR വിജയിച്ചതോടെ പോയിന്റ് പട്ടിക 2ആയി പകുക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ 5 സ്ഥാനക്കാർക്ക് 4 പോയിന്റുകൾ, പിന്നെയുള്ള 5 സ്ഥാനക്കാർക്ക് 2 പോയിന്റുകൾ. നോക്കുക, പോയിന്റ് പട്ടിക കൃത്യമായി വിഭജിക്കപ്പെട്ടു. ആദ്യ 5 ടീമുകൾ 4 വീതം പോയിന്റുകളുമായിട്ട് അങ്ങനെ വിരാജിക്കുകയാണ്. അതേസമയം മുംബൈ മുതൽ താഴേക്കുള്ള ടീമുകൾ, മുംബൈ 6ാമതാണ്, അവിടെ നിന്ന് അങ്ങോട്ട് SRH വരെയുള്ള ടീമുകൾക്ക് 2 പോയിന്റുകളാണ്. ചുരുക്കത്തിൽ 1ാം സ്ഥാനക്കാരും അവസാന സ്ഥാനക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 പോയിന്റ് വ്യത്യാസം, ഒറ്റ കളിയുടെ റിസൾട്ടിൻ്റെ വ്യത്യാസമാണത്. അപ്പോഴും നമുക്ക് കൃത്യമായിട്ട് പറയാം, ഇത് വല്ലാത്തൊരു പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരു ടീമും വേറെ പുറകിൽ പോയിട്ടില്ല, അതിന് മാത്രം കളികളും ആയിട്ടില്ല, അതും സമ്മതിക്കുന്നു. പക്ഷേ എല്ലാ ടീമുകളും വിജയമധുരത്തിൻ്റെ സ്വാദറിഞ്ഞു എന്ന് മാത്രമല്ല, വിട്ടുകൊടുക്കാത്ത രൂപത്തിലുള്ള കിടിലൻ പോരാട്ടത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് ഒരു അത്യപൂർവ കാഴ്ചയാണ്. ആദ്യ 5 ടീമുകൾക്ക് 4 വീതം പോയിന്റുകൾ, അതായത് PBKS, DC, RCB, GT, KKR ടീമുകൾക്ക് 4 വീതം പോയിന്റുകൾ. 6, 7, 8, 9, 10 സ്ഥാനത്ത് MI, LSG, CSK, RR, SRH ടീമുകൾക്ക് 2 വീതം പോയിന്റുകൾ. ഇനി ഇതിലും രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ചില ടീമുകൾ 4 കളികൾ കളിച്ചിട്ടുണ്ട്, മിക്ക ടീമുകളും 3 കളികൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ 2 ടീമുകൾ 2 കളികളെ കളിച്ചിട്ടുള്ളൂ. ആ 2 കളികൾ കളിച്ചവരാണ് ഇപ്പോൾ 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. 2 കളികൾ മാത്രം കളിച്ച PBKS 4 പോയിന്റ്, 2ഉം വിജയിച്ചിട്ടുണ്ട്, പ്ലസ് 1.485 നെറ്റ് റൺ റേറ്റോടെ അവർ 1ാമത്. DC 2 കളികളെ കളിച്ചുള്ളൂ, 2ഉം വിജയിച്ചു, 4 പോയിന്റ്, പ്ലസ് 1.320 നെറ്റ് റൺ റേറ്റോടെ അവർ 2ാമത്. സോ ഏറ്റവും കുറച്ച് കളി കളിച്ചവർ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. 3ാമത് RCB ആണ്, 3 കളി 4 പോയിന്റ്, പ്ലസ് 1.149 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 4 GT പ്ലസ് 0.807 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്, അവർക്ക് 4 പോയിന്റ്. 5 KKR 4 കളി കളിച്ചിട്ടാണ് അവർക്ക് 4 പോയിന്റ്, പ്ലസ് 0.070 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. MI 3 കളി പ്ലസ് 0.309 നെറ്റ് റൺ റേറ്റോടെ 2 പോയിന്റുമായിട്ട് 6ാമത്. LSCക്കും 2 പോയിന്റ്. ഇനി അങ്ങോട്ട് മൈനസ് ആണ് നെറ്റ് റൺ റേറ്റ്. നോക്കുക, മൈനസ് 0.150 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. CSKക്കും 2 പോയിന്റ്, മൈനസ് 0.771 നെറ്റ് റൺ റേറ്റോടെ 8ാം സ്ഥാനത്ത്. RRനും 2 പോയിന്റ്, മൈനസ് 1.112 നെറ്റ് റൺ റേറ്റോടെ 9ാം സ്ഥാനത്ത്. SRHനും 2 പോയിന്റ്, അത് പക്ഷേ 4 കളികൾ കളിച്ചിട്ടാണ്. SRHന് ഒരു അർത്ഥത്തിൽ മുട്ടം പണി കിട്ടി എന്ന് പറയേണ്ടി വരും. അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് 1.612മാണ്. അപ്പം ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. 5 ടീമുകൾക്ക് 4 പോയിന്റ്, 5 ടീമുകൾക്ക് 2 പോയിന്റ്. പോരാട്ടം കനക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.